വയനാട് ചെമ്പ്ര എരുമക്കൊല്ലിയിൽ എസ്റ്റേറ്റിനുള്ളിൽ സ്കൂളിന് സമീപം കുളം നിർമ്മിക്കുന്നതായി പരാതി. കുളം നിർമ്മാണം ഭീഷണിയെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി. എസ്റ്റേറ്റ് ചെയ്യുന്ന കുളമാണ് ഇത്. പൊട്ടി കഴിഞ്ഞാൽ താഴെ 150ഓളം വീടും ഒരു അമ്പലം, പള്ളി, കുറേ പാടികൾ ഒക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് ഇത് ഈ മഴക്കാലത്തുള്ള തടന ഒഴിവാക്കിയിട്ട് വെള്ളം ഒഴിവാക്കണം എന്നാണ് പറയാനുള്ളത്. ഇവിടെ ഇങ്ങനത്തെ പരിപാടിയൊന്നും പാടില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഉരുൾപൊട്ടിയതാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇവിടെ ഞങ്ങളെ 4-5 പ്രാവശ്യമായിട്ട് വീട് മാറ്റി താമസിപ്പിച്ചതാണ്. രാത്രി 12 മണിക്കൊക്കെ വന്നിട്ട് റവന്യൂൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവിടെ മാറ്റി താമസിപ്പിച്ച സ്ഥലം. ഇവിടെ ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പേടിയാണ്. ഇത് അധികാരികൾ ഇത് കണ്ടിട്ട് ഇതിന് വേണ്ട നടപടികൾ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി. സുർജിത്ത്, നാട്ടുകാർ ഗൗരവതരമായ ഒരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ അധികൃതരുമായി നമ്മൾക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ? അവരെന്താണ് പറയുന്നത്? അനുജ, അത്യന്തം ഗൗരവതരമായ ഒരു വാർത്തയാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അതായത് ചെമ്പ്രമലയ്ക്ക് തൊട്ടു താഴെ എരുമക്കൊല്ലി സ്കൂളിന് മുന്നിലായി ഒരു ചതുപ്പ് നിലം പോലെയുള്ള പ്രദേശമാണ്. തേയിലത്തോട്ടത്തിൻ്റെ കൊല്ലിയാണത്. അവിടേക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജലം കിനിഞ്ഞിറങ്ങുന്ന ഒരു പ്രദേശമാണ്. അതുവഴി നേരെ താഴെ ഒരു വെള്ളച്ചാട്ടമായി മാറുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ ഒരു കുളം എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് കുഴിക്കുന്നത് എന്നുള്ളതാണ് ഉയരുന്ന പരാതി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി പറഞ്ഞിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം. ഇത് ഈ മഴക്കാലത്ത് ഇതിൻ്റെ മറുഭാഗത്താണ് വിള്ളലുണ്ടായത്. കഴിഞ്ഞ മഴക്കാലത്ത്, കഴിഞ്ഞ ഉരുൾപൊട്ടൽ, മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടിയ ഘട്ടത്തിൽ ആ മഴക്കാലത്ത് ഇവിടെ വിള്ളലുണ്ടായതാണ്. ആ വിള്ളലുണ്ടായതിൻ്റെ തൊട്ട് മറുഭാഗത്തായാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വലിയ കുളം കുഴിച്ചിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിൽ വെള്ളം തള്ളി അത് പൊട്ടിയാൽ സ്വാഭാവികമായും താഴെയുള്ള മനുഷ്യരെ അത് ബാധിക്കും. ഈ വിഷയത്തിൽ ഗൗരവതരമായ ഇടപെടലാണ് വേണ്ടത്. ഈ നാട്ടുകാർ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? എന്താ വെച്ചാൽ നമുക്കിത് കുറച്ച് ഭീഷണിയാണ്. സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ നല്ല വലിയൊരു കുളമാണ്. പിന്നെ താഴോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 150ഓളം വീടുകളും അതുപോലെ പാടികൾ, 10-15 പാടികളുണ്ട്, പള്ളി, അമ്പലം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും കടുത്ത മഴയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്ത് മെമ്പറെയൊക്കെ അറിയിച്ചിട്ടും അവരൊരു പ്രതികരണമോ കാര്യങ്ങളോ അതിൻ്റെ ഒരു റിയാക്ഷൻസോ ഒന്നുമില്ല. ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇതിനെപ്പറ്റി ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ നമ്മൾ പഞ്ചായത്ത് വാർഡ് മെമ്പറും അതിലൊക്കെ ഉള്ളതാണ്. മെമ്പർ ഭാഗത്തുള്ള ഒരു മറുപടികളോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഭയാനകരമാണ് ഇത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ഒരുപാട് പ്രാവശ്യം ഇവിടുന്ന് മാറ്റി താമസിപ്പിച്ചതാണ്. ആ സമയത്തൊക്കെ കളക്ടറെ ഓർഡർ ഉണ്ടായിരുന്നു. ഇവിടെ മരം മുറിക്കാനോ അല്ല തണ്ണീർപ്പാടങ്ങളോ ഒന്നും പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒരു കുളം കുഴിച്ചിട്ടുള്ളത്. ഭയാനകമാണ്. ഒരുപാട് വെള്ളം കെട്ടിക്കിടക്കുന്ന സമയമാണ്. അത് പൊട്ടി ഒഴുകി കഴിഞ്ഞാൽ ഒരുപാട് പാടികൾ, അമ്പലം, പള്ളി, പിന്നെ ഒരുപാട് സ്ഥലങ്ങൾ, കുന്നംപറ്റ വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ഭീഷണിയായിട്ട് നിൽക്കുന്നതാണ്. എന്തായാലും ഇതാണ് ഈ നാട്ടുകാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത്. ഇത് എന്തായാലും ഈ വിഷയത്തിൽ ഒരു ഗൗരവതരമായ തരത്തിലുള്ള ഒരു പരിശോധന ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് താഴെ ഉള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ ആളുകൾ താമസിക്കുന്ന പല പ്രദേശങ്ങളുമുണ്ട്. സ്വാഭാവികമായും അവരുടെ ജീവന് ഭീഷണിയായ വിധത്തിലാണ് ഇത്തരത്തിൽ വലിയ ഒരു കുളം. അതൊരു ചെറിയ കുളമല്ല, വലിയ കുളം തന്നെയാണ്. അവിടേക്ക് അരുവികൾ കിനിഞ്ഞിറങ്ങി അവിടേക്ക് വെള്ളം എത്തുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ബണ്ടായ നിലയിൽ കെട്ടി നിർത്തിയ നിലയിലാണ്. അത് തള്ളി പുറത്തേക്ക് വന്നാൽ സ്വാഭാവികമായും ഇവിടുത്തെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറും. അത് ഗൗരവതരമായ വിഷയമാണ് എന്നുള്ള തരത്തിൽ കണ്ടുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്ക് തയ്യാറാകണമെന്നുള്ളതാണ് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം. അനുജ, ചെമ്പ്ര എരുമക്കൊല്ലിയിൽ എസ്റ്റേറ്റിനുള്ളിലാണ് സ്കൂളിന് സമീപം കുളം നിർമ്മിക്കുന്നു എന്നുള്ളത്. നാട്ടുകാർ പറയുന്നത് ജീവന് ഭീഷണിയാണ് എന്നുള്ളതാണ്. അതിനോട് തൊട്ടുചേർന്ന് ഒട്ടേറെ പേർ താമസിക്കുന്നുണ്ട്, പാഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഭീഷണിയാണ് എന്ന് പറയുകയാണ്. എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ എന്താകും എന്നതിന്റെ ആശങ്കയിലാണ് പ്രദേശവാസികൾ.